എല്ലാവർക്കും ഇവിടെ നമ്മുടെ സിനിമ റിലീസിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആണ് മമ്മൂക്കയെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതൊരു എനിക്കും കുറെ കാലമായിട്ട് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതിന് സാറിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല. എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സിനും അപ്പം അത് മമ്മൂട്ടി കമ്പനി തന്നെ അത് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും. അതിനൊക്കെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതേപോലെ വിനായകൻ ചേട്ടനും ഇത് അദ്ദേഹത്തെയും ഇതുപോലെ അപ്രോച്ച് ചെയ്തപ്പം തന്നെ അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തയ്യാറായി വന്നു. അദ്ദേഹം ഇത് മുന്നേ ചെയ്ത് ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവവും അതിൻ്റെ ഒരു ജോണറൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലറും ടീസറിലും അതുപോലെ മറ്റ് വീഡിയോ ഔട്ട്പുട്ട്സിലും പോസ്റ്റേഴ്സിലും കൂടെയൊക്കെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ സിനിമയെ പറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ കളം കാവൽ എന്ന് പറഞ്ഞ ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേർഡ് മീനിങ്. അതിനപ്പുറത്ത് ഭദ്രകാളി ദേവി ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ അന്വേഷിച്ച് പോയ ഒരു പുരാണത്തിലെ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിച്വലാണ്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു സ്പിരിച്വലി ഒരു സംഭവം നമ്മുടെ പടവുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് പുതിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും പിന്തുണകൾ നൽകുകയും സിനിമ പോയി കണ്ട് പറ്റുന്ന പോലെ പിന്തുണകൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.